നമസ്കാരം, മലാല വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. എടക്കര ഗ്രാമപഞ്ചായത്ത് ബജറ്റ് യോഗത്തിൽ പ്രതിപക്ഷ പ്രതിഷേധം. ലൈഫ് PMAY പദ്ധതികൾ പൂർത്തീകരിക്കുന്നതിന് ആവശ്യമായ ഫണ്ട് മാറ്റിവെക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് ഇടതുപക്ഷ മെമ്പർമാർ യോഗം ബഹിഷ്കരിച്ചത്. പാർപ്പിടത്തിനും കാർഷിക മേഖലയ്ക്കും ശുചിത്വത്തിനും ആരോഗ്യ മേഖലയ്ക്കും പശ്ചാത്തല മേഖലയ്ക്കും കുടിവെള്ളത്തിനും പ്രാധാന്യം നൽകി ചുങ്കത്തറ ഗ്രാമപഞ്ചായത്ത് ബജറ്റ് അവതരിപ്പിച്ചു. ജില്ലയിലെ ജനങ്ങൾ കൂടുതൽ ആശ്രയിക്കുന്ന മഞ്ചേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ വിവിധ പദ്ധതികൾ ആരോഗ്യ വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി വീണ ജോർജ് ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. നിലമ്പൂർ നഗരസഭയിൽ വാർഷിക പദ്ധതി രൂപീകരണത്തിന്റെ ഭാഗമായി വികസന സെമിനാർ സംഘടിപ്പിച്ചു. ആരാധൻ ഷൗക്കത്ത് MLA ഉദ്ഘാടനം ചെയ്തു. നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്തിൽ 2026-27 സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റ് അവതരിപ്പിച്ചു. വൈസ് പ്രസിഡന്റ് സീനത്ത് നൌഷാദാണ് ബജറ്റ് അവതരിപ്പിച്ചത്. വാർത്തകൾ വിശദമായി. എടക്കര ഗ്രാമപഞ്ചായത്ത് ബജറ്റ് യോഗത്തിൽ പ്രതിപക്ഷ പ്രതിഷേധം. ലൈഫ് PMAY പദ്ധതികൾ പൂർത്തീകരിക്കുന്നതിന് ആവശ്യമായ ഫണ്ട് മാറ്റിവെക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് ഇടതുപക്ഷ മെമ്പർമാർ യോഗം ബഹിഷ്കരിച്ചത്. ഇടതുപക്ഷ മെമ്പർമാരുടെ റോഡ് നിർമ്മാണ ഫണ്ട് വെട്ടിക്കുറച്ചതും ഇന്ദിരാഗാന്ധി ബസ് ടെർമിനലിന് ലിഫ്റ്റ് പണിയുന്നതിന് 25 ലക്ഷം മാറ്റിവെച്ചതിനും പഞ്ചായത്ത് ഹാൾ നവീകരണത്തിന് ഈ സാഹചര്യത്തിൽ 16 ലക്ഷം ചിലവഴിക്കുന്നത് അനാവശ്യമാണെന്നും മെമ്പർമാർ ചൂണ്ടിക്കാട്ടി. പഞ്ചായത്ത് ഹാള് നവീകരിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ എതിർത്തു. 20 ലക്ഷം ആദ്യം വെച്ചിരുന്നത് അത് 10 ആക്കി കുറച്ചു. ഇനിയും കുറയ്ക്കണം എന്നാണ് ഞങ്ങളുടെ ആവശ്യം. കാരണം എന്താണ്, അതിന്റെ മേലെ സീലിംഗ് 2 പാളി മാത്രമേ ഇളകിയിട്ടുള്ളൂ. അത് നവീകരിക്കാം, അതിന് ഞങ്ങൾ എതിർപ്പല്ല. പക്ഷേ ഈ വർഷം ഈ ലൈഫ് ഭവന പദ്ധതിയും PMAY പദ്ധതിയും പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയുള്ള ഇടപെടൽ അവിടെ നടക്കുന്നില്ല. പിന്നെ അതേപോലെ തന്നെ 7 മെമ്പർമാരെ ഫണ്ട് ഓരോ വാർഡിലേക്കും 3 ലക്ഷം രൂപ അനുവദിച്ചിരുന്ന ഫണ്ട് അത് 2.5 ആക്കി വെട്ടിക്കുറച്ചവര്. നോക്കൂ നിങ്ങൾ, അവരുടെ ധിക്കാരപരമായ നടപടിയിലാണ് പ്രതിഷേധിച്ച് ഞങ്ങൾ ഇറങ്ങിപ്പോന്നിട്ടുള്ളത്. സജി കരിപ്പറമ്പൻ, മനൂട്ടി, അഖിൽ PA, ഷാരിയ ടീച്ചർ, ഹസീന ഫൈസൽ, അസൂറ വെള്ളുവൻ പാളി, നൂർജഹാൻ നമ്പത്ത് എന്നിവർ നേതൃത്വം നൽകി. പാർപ്പിടത്തിനും കാർഷിക മേഖലയ്ക്കും ശുചിത്വത്തിനും ആരോഗ്യ മേഖലയ്ക്കും പശ്ചാത്തല മേഖലയ്ക്കും കുടിവെള്ളത്തിനും പ്രാധാന്യം നൽകി ചുങ്കത്തറ ഗ്രാമപഞ്ചായത്ത് ബജറ്റ് അവതരിപ്പിച്ചു. 46,38,12,800 രൂപ വരവും 41,67,94,633 രൂപ ചെലവും 4,70,18,167 രൂപ നീക്കിയിരിപ്പുമുള്ള മിച്ച ബജറ്റാണ് വൈസ് പ്രസിഡന്റ് KP മൈമൂന അവതരിപ്പിച്ചത്. പഞ്ചായത്ത് പ്രസിഡന്റ് CK സുരേഷ് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് സീനത്ത് നൌഷാദ്, സ്ഥിരം സമിതി അംഗങ്ങളായ നാസർ തെറ്റത്ത്, റിയാസ് ചുങ്കത്തറ, ബുഷ്ര B, റെജി ജോണി, ഐസക് പറമ്പിൽ ബാവ, അബ്ദുറഹ്മാൻ പുത്തലത്ത് എന്നിവർ സംസാരിച്ചു. ജില്ലയിലെ ജനങ്ങൾ കൂടുതൽ ആശ്രയിക്കുന്ന മഞ്ചേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ വിവിധ പദ്ധതികൾ ആരോഗ്യ വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി വീണ ജോർജ് ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. ലക്ഷക്കണക്കിന് രൂപ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ചെലവാകുമ്പോഴും അവരുടെ സർട്ടിഫിക്കറ്റ് നഷ്ടമാകുന്ന സാധ്യതയുണ്ട്. അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ തന്നെ പഠിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഈ നിലയിൽ നമ്മുടെ മഞ്ചേരി മെഡിക്കൽ കോളേജോടനുബന്ധിച്ച് നഴ്സിംഗ് കോളേജ് തുടങ്ങിയത്. അതിന് ലക്ഷക്കണക്കിന് രൂപ ബാങ്ക് ലോൺ എടുത്തു. എത്രയോ കുഞ്ഞുങ്ങൾ ഓരോ ദിവസവും നമ്മുടെ ഓഫീസിലേക്ക് വരുന്നുണ്ട്. അവർക്ക് പണവും നഷ്ടമായ സർട്ടിഫിക്കറ്റ് നഷ്ടമായ സാഹചര്യം, അങ്ങനെ ഓരോരോ കാര്യങ്ങൾ
വാർഡുകളുടെ നവീകരണമാകട്ടെ, രോഗി സൗഹൃദമാക്കുന്നതാകട്ടെ, അതുപോലെ ഇമേജിംഗ് സംവിധാനമാകട്ടെ, മറ്റുൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും ഈ മെഡിക്കൽ കോളേജ് സാധ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പണമാണ് ബജറ്റിലൂടെ അനുവദിക്കപ്പെട്ടിട്ടുള്ളത്. മഞ്ചേരി സർക്കാർ മെഡിക്കൽ കോളേജിൽ മാതൃശിശു സംരക്ഷണ യൂണിറ്റ് സൗകര്യമൊരുക്കുന്നതിന് വേണ്ടിയിട്ട് പണം അനുവദിച്ചു. ഈ 10 വർഷ കാലയളവിനുള്ളിൽ 258 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് മഞ്ചേരി മെഡിക്കൽ കോളേജിൽ സാധ്യമായത്. ബിരുദ മെഡിക്കൽ കോളേജ് ആയിരുന്നതിനെ ബിരുദാനന്തര ബിരുദ മെഡിക്കൽ കോളേജായി ഉയർത്തി. മാതൃശിശു യൂണിറ്റ്, വിവിധ കെട്ടിടങ്ങളുടെ നിർമ്മാണം, ഭിന്നശേഷി വയോജന സൗഹൃദ ആശുപത്രി എന്നിങ്ങനെ നിരവധി പ്രവർത്തനങ്ങളാണ് മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നടത്തിയതെന്നും മന്ത്രി പറഞ്ഞു. നിർമ്മിത ബുദ്ധിയുടെ കാര്യത്തിൽ പ്രവർത്തിക്കുന്ന MRI സ്കാനിംഗ് യൂണിറ്റ്, സ്ട്രോക്ക് ICU, ലാക്ടേഷൻ മാനേജ്മെന്റ് യൂണിറ്റ് എന്നിവയാണ് ഉദ്ഘാടനം ചെയ്തത്. പ്ലാൻ ഫണ്ടിൽ നിന്നും 10.10 കോടി രൂപ ചെലവിട്ടാണ് ജർമ്മൻ നിർമ്മിത സീമൻസ് 1.5 ടെസ്ല MRI സ്കാനിംഗ് മെഷീൻ ആശുപത്രിയിൽ സ്ഥാപിച്ചത്. അടിസ്ഥാന സൗകര്യങ്ങൾക്കായി സർക്കാർ 2 കോടി രൂപ അധികമായി ചിലവിട്ടു. DHS ഫണ്ടിൽ നിന്നും 10 ലക്ഷം രൂപ ചിലവിട്ടാണ് അത്യാഹിത വിഭാഗത്തിൽ സ്ട്രോക്ക് ICU സജ്ജമാക്കിയിരിക്കുന്നത്. സ്ട്രോക്ക് രോഗികൾക്കായി പ്രത്യേക ബെഡുകൾ, സൗജന്യമായി നൽകുന്ന ത്രോംബോലൈസിസ് ചികിത്സ, MRI, CT സ്കാൻ, വെന്റിലേറ്ററുകൾ, ഡിഫിബ്രിലേറ്റർ, മോഡേൺ ICU കോട്ടുകൾ എന്നീ സൗകര്യങ്ങൾ സ്ട്രോക്ക് മാനേജ്മെന്റ് യൂണിറ്റിലുണ്ട്. നാഷണൽ ഹെൽത്ത് മിഷനിൽ നിന്നും 12 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് ലാക്ടേഷൻ മാനേജ്മെന്റ് യൂണിറ്റ് നിർമ്മിച്ചത്. മുലയൂട്ടൽ വെല്ലുവിളികൾ നേരിടുന്ന അമ്മമാർക്ക് കൗൺസിലിംഗും പ്രായോഗിക പരിശീലനവും ശാസ്ത്രീയമായ രീതിയിലുള്ള മുലപ്പാൽ ശേഖരണവും പരിപാലനവും ഇവിടെ ഉറപ്പാക്കുന്നു. അഡ്വക്കേറ്റ് UA ലത്തീഫ് MLA അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മഞ്ചേരി മെഡിക്കൽ കോളേജ് വൈസ് പ്രിൻസിപ്പൽ PS ഷീന റിപ്പോർട്ട് അവതരിപ്പിച്ചു. മഞ്ചേരി മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ R പ്രഭുദാസ്, ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ TK ജയന്തി, ഡെപ്യൂട്ടി DMO ഡോക്ടർ A ഷിബുലാൽ, NHM ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ TN അനൂപ്, മഞ്ചേരി മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ KK അനിൽരാജ്, മഞ്ചേരി നഴ്സിംഗ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സിന്ധു, കൌൺസിലർമാരായ ഷെറീന ജവഹർ, രാധാകൃഷ്ണൻ, HDS മെമ്പർ VM ഷൌക്കത്ത്, PWD സിവിൽ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ മുഹമ്മദ് ഇസ്മായിൽ, PWD ഇലക്ട്രിക്കൽ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ബഷീർ അഹമ്മദ് തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. നിലമ്പൂർ നഗരസഭയിൽ വാർഷിക പദ്ധതി രൂപീകരണത്തിന്റെ ഭാഗമായി വികസന സെമിനാർ സംഘടിപ്പിച്ചു. ആരാടൻ ഷൌക്കത്ത് MLA ഉദ്ഘാടനം ചെയ്തു. ഇപ്പോൾ ബഡ്ജറ്റിന്റെ പ്രത്യേക വിൻഡോ പ്രകാരം 30% മുതൽ 40% വരെ ബഡ്ജറ്റിന്റെ 1/3 എങ്കിലും 33% നിർബന്ധമായും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നേരിട്ട് നൽകി. ഇപ്പൊ കൈമാറിയ വകുപ്പുകൾക്ക് പുറമെ ഇനിയും കൂടുതൽ വകുപ്പുകൾ താഴോട്ട് തരും. പക്ഷേ നിർഭാഗ്യവശാൽ പിന്നീട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കിട്ടിയ അധികാരം പോലും തിരിച്ചു പിടിക്കുന്ന അവസ്ഥാവിശേഷമാണ് നമ്മൾ കണ്ടത്. മാത്രമല്ല 33% തരുമെന്ന് പറഞ്ഞ ഒരു സർക്കാരും ഇതുവരെ 27% കൂടുതൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നൽകിയിട്ടില്ല. നഗരസഭാ ചെയർപേഴ്സൺ പത്നി ഗോപിനാഥ് അധ്യക്ഷത വഹിച്ചു. ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ ഡോക്ടർ ബാബു വർഗീസ് സെമിനാറുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ വിശദീകരിച്ചു. വൈസ് ചെയർമാൻ ഷൌക്കത്ത് അലി കുമഞ്ചേരി മുഖ്യപ്രഭാഷണം നടത്തി. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ മുംതാസ് ബാബു, സ്മിത മോൾ, മുസ്തഫ കളത്തുംപടിക്കൽ, മേരീസ് ഷെബു, സുരേഷ് പാത്തിപ്പാറ, കൌൺസിലർമാർ, നിർവഹണ ഉദ്യോഗസ്ഥർ, നഗരസഭാ ജീവനക്കാർ, ആസൂത്രണ സമിതി അംഗങ്ങൾ, കുടുംബശ്രീ ആശാപ്രവർത്തകർ തുടങ്ങിയവർ സംബന്ധിച്ചു. നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്തിൽ 2026-27 സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റ് അവതരിപ്പിച്ചു. വൈസ് പ്രസിഡന്റ് സീനത്ത് നൌഷാദാണ് ബജറ്റ് അവതരിപ്പിച്ചത്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബോബി സി മാമ്പറയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് ബജറ്റ് അവതരിപ്പിച്ചത്. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ജസ്മൽ പുതിയറ, അഡ്വക്കേറ്റ് കവിത, ബുഷ്റാബി എന്നിവരും ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളും വിവിധ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളും സംബന്ധിച്ചു. സെക്രട്ടറി D നൌഷാദ് അലി, നിർവഹണ ഉദ്യോഗസ്ഥർ, ബ്ലോക്ക് പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ നേതൃത്വം നൽകി. പാർപ്പിട മേഖലയ്ക്കും കുടിവെള്ള ശുചിത്വം, ആരോഗ്യ മേഖല, വനിതാ ശാക്തീകരണം എന്നിവയ്ക്കും മുൻതൂക്കം നൽകുന്ന ബജറ്റാണ് അവതരിപ്പിച്ചതെന്ന് പ്രസിഡന്റ് ബോബി സി മാമ്പ്ര പറഞ്ഞു. ഊന്നൽ നൽകിയിട്ടുള്ള പദ്ധതികൾ എന്ന് പറഞ്ഞാൽ പാർപ്പിട മേഖലയിലാണ്. 3,73,39,000 രൂപയാണ് PMAY അടക്കമുള്ള പാർപ്പിട മേഖലയിലേക്ക് മാറ്റിവെച്ചിട്ടുള്ള തുക. കുടിവെള്ളത്തിനും ശുചിത്വത്തിനും വേണ്ടിയിട്ട് 1,95,76,222 രൂപയാണ് മാറ്റിവെച്ചിട്ടുള്ളത്. ആരോഗ്യ മേഖലയിലാണെങ്കിൽ CHSC, ഞങ്ങളുടെ ചുങ്കത്ര CHSC അടക്കം ഞങ്ങൾ ആരോഗ്യ മേഖലയ്ക്ക് വെച്ചിട്ടുള്ളത്
1,85,33,666 രൂപയാണ്. കുട്ടികൾക്കും ഭിന്നശേഷി കുട്ടികൾക്കും വേണ്ടിയിട്ട് 33,20,790 രൂപ. വനിതാ ഘടക പദ്ധതിയായിട്ട് 66,41,580 രൂപയും. ST ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് 1,31,60,000 രൂപയും. വയോജനങ്ങളുടെ പദ്ധതിയായിട്ട് മാറ്റിവെച്ചിട്ടുള്ളത് 3,33,38,333 രൂപയാണ്. SC ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് 1,23,71,000 രൂപയാണ്. ഇതാണ് ഞങ്ങളുടെ പദ്ധതി വിഹിതങ്ങൾ വിവിധ മേഖലകളിലായിട്ട് മാറ്റിവെച്ചിട്ടുള്ളത്. ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിൽ പൂച്ചക്കുത്തുള്ള സ്ഥലത്ത് സ്പോർട്സ് അക്കാദമി തുടങ്ങുവാനുള്ള നടപടികൾക്കും തുക മാറ്റിവെച്ചിട്ടുണ്ട്. ഓട്ടിസം പാർക്കിന് മുൻഗണന നൽകിയിട്ടുണ്ടെന്നും പ്രസിഡന്റ് പറഞ്ഞു. വിവിധ കേന്ദ്ര സംസ്ഥാന പദ്ധതികളിലൂടെയും ഇതര പദ്ധതികളിലൂടെയുമായി 28,97,87,512 രൂപ വരവും 16,05,75,220 രൂപ ചിലവും 8,71,88,292 രൂപ നീക്കിയിരിപ്പും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് വൈസ് പ്രസിഡന്റ് അവതരിപ്പിച്ചത്. നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള 2026 പൊതു തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന സാഹചര്യത്തിൽ ജില്ലയിലെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിനായി പോളിംഗ് സാമഗ്രികളുടെ വിതരണ സ്വീകരണ കേന്ദ്രങ്ങളും വോട്ടെണ്ണൽ കേന്ദ്രങ്ങളും പോളിംഗ് ബൂത്തുകളും ചെക്ക് പോസ്റ്റുകളും ജില്ലാ തിരഞ്ഞെടുപ്പ് ഓഫീസർ കൂടിയായ ജില്ലാ കളക്ടർ ഡോക്ടർ വിനയ് ഗോയലിന്റെയും ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ ജോണിന്റെയും നേതൃത്വത്തിൽ സന്ദർശിച്ചു. മലപ്പുറം ഗവൺമെന്റ് കോളേജ്, പെരിന്തൽമണ്ണ ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂൾ, പെരിന്തൽമണ്ണ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ, നിലമ്പൂർ ML കോളേജ്, ചുങ്കത്തറ മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂൾ, ചുങ്കത്തറ മാർത്തോമ കോളേജ്, മഞ്ചേരി GVSS ചുള്ളക്കാട്, GUPS, കൊണ്ടോട്ടി മേലങ്ങാടി GVHSS എന്നീ പോളിംഗ് സാമഗ്രികളുടെ വിതരണ സ്വീകരണ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളും പെരിന്തൽമണ്ണ നിലമ്പൂർ മേഖലയിലെ ചില പോളിംഗ് ബൂത്തുകളും വഴിക്കടവ് ഫോറസ്റ്റ് എക്സൈസ് RTO ചെക്ക് പോസ്റ്റ് എന്നിവിടങ്ങളിലും സംഘം സന്ദർശനം നടത്തി. സമൂഹത്തിൽ നിന്നും ക്ലാസ് മുറികളിലേക്ക് എല്ലാ കുട്ടികൾക്കും കേൾവി സംരക്ഷണം എന്ന സന്ദേശവുമായി നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ ലോക കേൾവി ദിനം ആചരിച്ചു. ദിനാചരണത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ബോധവൽക്കരണ ക്ലാസ് മജീഷ്യൻ RK മലയത്ത് ഉദ്ഘാടനം ചെയ്തു. കേൾവി ആനന്ദിക്കുകയാണ് വേണ്ടത്, ആനന്ദത്തോടു കൂടി നമ്മൾ കേൾക്കുകയാണ് വേണ്ടത്. നമുക്ക് 5 ഇന്ദ്രിയങ്ങളാണുള്ളത്, പഞ്ചേന്ദ്രിയങ്ങൾ. അതിൽ 5 പ്രധാനപ്പെട്ടതാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത് കണ്ണാണ്. നമുക്ക് ലഭിക്കുന്ന അറിവുകൾ 65% അറിവുകൾ ലഭിക്കുന്നതും കാഴ്ചയിലൂടെയാണ്. ബാക്കി 20-25% അറിവുകൾ ലഭിക്കുന്നത് ചെവിയിലൂടെയാണ്. ബാക്കിയുള്ളതൊക്കെ ചെറിയ ചെറിയ പെർസെൻറ്റേജിലൂടെ നാക്ക്, അതുപോലെ തന്നെ തൊലി, മൂക്ക് എന്ന രീതിയിൽ പോകുന്നു. കാഴ്ചയിലൂടെയുള്ള അറിവ് ലഭിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ നോക്കണം, അല്ലെങ്കിൽ കാണണം. ഇവിടേക്ക് നമ്മൾ വരുന്ന സമയത്ത് ഒരു ദുരന്തമായിട്ടുള്ള ഒരു കാഴ്ചയോടെ കാണുകയാണ്. ഒരു രോഗിയെ കൊണ്ടുവരുന്നു, ഒരു ആക്സിഡന്റ് പെട്ട ഒരു രോഗിയാണ്. അയ്യോ ഇത് കാണാൻ വയ്യാതെ നമുക്ക് കണ്ണ് പൊത്താം, അല്ലെങ്കിൽ തിരിഞ്ഞു നടക്കാം. പക്ഷേ നിങ്ങൾ ഇവിടേക്ക് വരുമ്പോൾ ഒരു ബൈക്കിലൂടെ ഒരു അനൗൺസ്മെന്റ് കേൾക്കുകയാണ്. നിങ്ങൾക്ക് വല്ലതും ചെയ്യാൻ പറ്റുമോ? നിർബന്ധമായിട്ടും നമ്മൾ കേൾക്കാൻ നിർബന്ധിതരാകുന്നു. അങ്ങനെ നമ്മുടെ തലയിലേക്ക് അടിച്ചേൽപ്പിക്കുകയാണ് ആ ശബ്ദം ചെയ്യുന്നത്. ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷിബുലാൽ A ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. RMO ഡോക്ടർ അബ്ദുൽ നിസാർ AP സ്വാഗതം ആശംസിച്ചു. കുട്ടികളിലെ കേൾവി സംരക്ഷണം ഓരോ കുട്ടിയുടെയും അവകാശമാണെന്നും അത് ഉറപ്പുവരുത്തുവാൻ സമൂഹം ജാഗ്രത പാലിക്കണമെന്നും ചടങ്ങിൽ സംസാരിച്ചവർ വ്യക്തമാക്കി. കേൾവി സംരക്ഷണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ENT കൺസൾട്ടന്റുമാരായ ഡോക്ടർ റഫീഖ് അലി, ഡോക്ടർ അബ്ദുൽ ജലീൽ PK, ഓഡിയോളജിസ്റ്റ് ആര്യ എന്നിവർ ക്ലാസുകൾ നയിച്ചു. ചടങ്ങിൽ U നരേന്ദ്രൻ, BRC ബ്ലോക്ക് പ്രോഗ്രാം കോർഡിനേറ്റർ A മനോജ് കുമാർ, സഫറുള്ള CK എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. ആരോഗ്യ വകുപ്പിന്റെയും ആരോഗ്യ കേരളത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ചുങ്കത്തറ ഗ്രാമപഞ്ചായത്തിൽ മാലിന്യമുക്ത കേരളം നവകേരളം ക്യാമ്പയിൻ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് സ്കൂൾ കുട്ടികളുടെ ശുചിത്വ പഠനോത്സവം സംഘടിപ്പിച്ചു. സ്കോളർഷിപ്പിന് അർഹരായ വിദ്യാർത്ഥികളെ ആദരിച്ചു. UP ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി തലങ്ങളിലുള്ള കുട്ടികളെയാണ് ഹരിത സ്കോളർഷിപ്പിന് തിരഞ്ഞെടുത്തത്. കുട്ടികൾക്കായി നടത്തിയ പരിപാടിയിൽ ഹൈസ്കൂൾ വിഭാഗത്തിൽ MPM ഹൈസ്കൂൾ 1ാം സ്ഥാനവും UP വിഭാഗത്തിൽ കൊന്നമണ്ണ GUP സ്കൂൾ 1ാം സ്ഥാനവും കരസ്ഥമാക്കി. പഞ്ചായത്ത് പ്രസിഡന്റ് CK സുരേഷ് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് KP മൈമൂന അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ സ്ഥിരം സമിതി അംഗങ്ങളായ നാസർ തെറ്റത്ത്, റിയാസ് ചുങ്കത്തറ, റെജി ജോണി, മെമ്പർമാരായ സുഭാഷിനി വാഹിദ, ബിജു KY, സെക്രട്ടറി ബിജോയ്, ഹെഡ്മാസ്റ്റർ റൂഫൻസ്, റനീഷ് എന്നിവർ സംസാരിച്ചു.
മമ്പാട് ഗ്രാമപഞ്ചായത്തിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പും പൊതുവിദ്യാഭ്യാസ വകുപ്പും സംയുക്തമായി നടപ്പിലാക്കുന്ന വിദ്യാർത്ഥി ഹരിതസേന സ്കോളർഷിപ്പ് ഇക്കോസെൻസ് 2025-26 അർഹരായ വിദ്യാർത്ഥികൾക്കുള്ള ശുചിത്വ പഠനോത്സവം സംഘടിപ്പിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നിഷാദ് പാലോളി ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികളിൽ ഉത്തരവാദിത്തമുള്ള ഉപഭോക്തൃ സംസ്കാരം, ശാസ്ത്രീയമായ മാലിന്യ പരിപാലനം, മാലിന്യത്തിന്റെ അളവ് കുറയ്ക്കൽ തുടങ്ങിയ വിഷയങ്ങളിൽ താൽപര്യം വളർത്തിയെടുക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് ശുചിത്വ പഠനോത്സവം സംഘടിപ്പിച്ചത്. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി സ്ഥിരം സമിതി അധ്യക്ഷ സരോജിനി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷാജി കെ ടി, മെമ്പർമാരായ ശ്രീനിവാസൻ, അഷ്റഫ് ടാണ, സൈറ പി ടി, മുബീന ചോലയിൽ, സഫീന കെ, ഓമന വർഗീസ്, രജീഷ് യു, മുസ്തഫ നടുവക്കാട്, സൈഫുനീസ പി ടി, മുഹസിന ടീച്ചർ, അസിസ്റ്റന്റ് സെക്രട്ടറി സൻഷി എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ സ്കോളർഷിപ്പിന് അർഹരായ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. GUPS കാട്ടുമുണ്ട, AMUPS മമ്പാട്, മാർക്ക് ലിമീസ് UPS വടപുറം, MES ഹൈസ്കൂൾ മമ്പാട്, GVHS മമ്പാട് എന്നീ സ്കൂളുകളിലെ സ്കോളർഷിപ്പിന് അർഹരായ വിദ്യാർത്ഥികൾ പ്രോജക്ട് അവതരിപ്പിച്ചു. ശുചിത്വ മിഷൻ ബ്ലോക്ക് RP അജ്മൽ ബോധവൽക്കരണ ക്ലാസ് നൽകി. ഗ്രാമപഞ്ചായത്ത് തനത് ഫണ്ടിൽ ഉൾപ്പെടുത്തി ഒരു വിദ്യാർത്ഥിക്ക് 1500 രൂപയാണ് സ്കോളർഷിപ്പ് നൽകുന്നത്. അസിസ്റ്റന്റ് സെക്രട്ടറി സൻഷി സ്വാഗതവും ഹെൽത്ത് ഇൻസ്പെക്ടർ സമീർ വെള്ളില നന്ദിയും പറഞ്ഞു. മമ്പാട് ഗ്രാമപഞ്ചായത്ത് ലൈഫ് ഗുണഭോക്താക്കളുടെ സംഗമം സംഘടിപ്പിച്ച് പഞ്ചായത്ത് ഭരണസമിതി. ഹഡ്കോ വായ്പയിലൂടെ ഫണ്ട് കണ്ടെത്തിയ സാഹചര്യത്തിലും K-സ്മാർട്ടിലേക്ക് മാറിയതിനാലും ഗുണഭോക്താക്കളെ ബോധവാന്മാരാക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് സംഗമം സംഘടിപ്പിച്ചത്. ഒരു ഗഡു മാത്രം ലഭിച്ചവരും പുതുതായി എഗ്രിമെന്റ് വെച്ചവർക്കും പ്രത്യേകം ക്ലാസ് എടുത്ത് നിർവഹണ ഉദ്യോഗസ്ഥർ. പഞ്ചായത്ത് ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ KT ഷാജി അധ്യക്ഷനായ പരിപാടി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നിഷാദ് പാലോളി ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് അംഗങ്ങളായ ഷൈനി സണ്ണി, ശ്രീനിവാസൻ, അഷ്റഫ് ടാണ, മുസ്തഫ നടുവക്കാട്, മുബീന ചോലയിൽ, സൈഫുനീസ PT, സഫീന K ഷാജി, കുഞ്ഞാറ്റ, രജീഷ് യു എന്നിവർ സംസാരിച്ചു. VEO ഷെരീഫ് സ്വാഗതവും RP VT നാസർ നന്ദിയും പറഞ്ഞു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.